ഞാൻ നെജ്മ റഫീഖ്. എല്ലാവർക്കും ആദ്യമായി ഈ ലോക വനിതാ ദിനത്തിന്റെ ആശംസകൾ അറിയിക്കുന്നു. ഇന്ന് മാർച്ച് 8 ലോക വനിതാ ദിനം. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്നുള്ളത് നമുക്കെല്ലാം അറിയാം. ലോകത്ത് മനുഷ്യന്റെ സൃഷ്ടിപ്പിൽ 3/4% ഭാഗവക്കമാകുന്ന ഒരു പേരാണ് സ്ത്രീ അഥവാ അമ്മ എന്നുള്ളത്. ഇന്നത്തെ ഈ ദിവസത്തിന്റെ പ്രത്യേകത ഒന്നുകൊണ്ട് മാത്രം സ്ത്രീയെ ബഹുമാനിക്കണം, ആദരിക്കണം എന്ന് പറയുന്നതിൽ അർത്ഥമുണ്ട് എന്നെനിക്കറിയില്ല. എന്നിരുന്നാലും വിശാലമായ ഈ ഭൂമിയിൽ ലോകത്തെവിടെ ചെന്നാലും സ്ത്രീകളെ കുറിച്ച് മാത്രമാണ് കൂടുതൽ ചർച്ചകൾ ഉണ്ടാകുന്നത്. കഥയും കവിതയിലും പുസ്തകങ്ങളിലും ചരിത്രങ്ങളിലും ഇടം പിടിച്ചിരിക്കുന്ന സ്ത്രീ എന്ന വാക്ക് അത് പലപ്പോഴും പ്രണയത്തിന്റെയും പ്രഹസനത്തിന്റെയും പേരിൽ ലോകമറിയപ്പെടുമ്പോഴും സ്ത്രീയുടെ ശക്തി തിരിച്ചറിയേണ്ടത് നാം സ്ത്രീകൾ തന്നെയാണ്. ഹലോ, നമസ്കാരം. ചാറ്റൽ മഴ വാട്സപ്പ് ഗ്രൂപ്പിലെ എല്ലാവർക്കും വനിതാ ദിനാശംസകൾ നേരുന്നു. എൻ്റെ പേര് സാഫിന സലീം കേച്ചേരി. ഇന്ന് നമ്മുടെ വനിതാ ദിനമാണ്. ഒരു വനിതാ ദിനത്തിൽ പലരും പല കാര്യങ്ങളും പ്രഖ്യാപിക്കും എന്നല്ലാതെ സ്ത്രീകളുടെയും കുട്ടികളുടെയും ഉന്നമനത്തിനായി ഒന്നും നമ്മുടെ മുന്നിലേക്ക് പൂർണ്ണമായി ഇല്ല എന്നുള്ളത് വലിയൊരു ഖേദകരമായ സത്യമാണ്. അതുകൊണ്ട് പ്രഖ്യാപനങ്ങൾ കടലാസിലൊതുങ്ങാതെ പ്രാബല്യത്തിൽ വരുത്താനും അത് സ്ത്രീകൾക്കും കുട്ടികൾക്കും ഉപകാരപ്പെടുത്തുന്ന രീതിയിൽ പ്രയോജനപ്പെടുത്താനും ശ്രമിക്കണം എന്നുള്ളതാണ് ഈ വനിതാ ദിനത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. എല്ലാ കൂട്ടുകാർക്കും എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ വനിതാ ദിന ആശംസകൾ. നന്ദി, നമസ്കാരം. ഹലോ, ഹായ്, അസ്സലാമു അലൈക്കും. നിങ്ങൾ ആരും എന്നെ കണ്ടിട്ടുണ്ടാവില്ല. ഫസ്റ്റ് ടൈം ആയിട്ടേക്കും. ഞാൻ സൗദ പേരാമ്പ്രേൻ്റെ മോളാണ്. അവൾക്ക് ഒട്ടും സുരക്ഷിതമില്ലാത്തൊരു കാലത്ത് കൂടെ പിന്നെ ഒരു വുമൻസ് ഡേ കടന്നു വരികയാണ്. ശരിക്കും സ്ത്രീകളെ പറ്റി പറയുന്നതിന് പകരം അവരിന്ന് എവിടെ എത്തി, അവരുടെ സുരക്ഷിതത്വം എന്താണ്, അവരുടെ ജീവിതം, സാമ്പത്തികം, ഇതിനൊക്കെ പറ്റി സംസാരിക്കേണ്ട ഒരു ദിവസമാണ്. എല്ലാവർക്കും ഒരുപാട് നല്ല വുമൻസ് ഡേ ആശംസകൾ നേർന്നുകൊണ്ട് അസ്സലാമു അലൈക്കും. ഞാൻ ഷെജീറ ഫ്രം ചെമ്മണ്ണൂർ. സ്ത്രീ എന്നാൽ അടിച്ചമർത്തലിൻ്റെ അടുക്കള കരിപുരണ്ട കോലമല്ല, മറിച്ച് ആദരവിൽ അത്തറിൻ്റെ സുഗന്ധമുള്ള രാജാത്തിയാണ്. ഏവർക്കും എൻ്റെ വനിതാ ദിനാശംസകൾ. നന്ദി. പ്രിയമുള്ളവരെ, ഞാൻ ജസ്ലിയ കെ പാണ്ടിക്കാട്. ഇന്ന് ഈ വൈകിയ വേളയിൽ സ്ത്രീ സുരക്ഷ എന്ന വിഷയത്തെക്കുറിച്ചാണ് ഈ ഒരു ദിനവുമായി ബന്ധപ്പെട്ട് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പറയാൻ പോകുന്നത്. നമുക്കറിയാം, ഇന്ത്യയിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് സ്ത്രീ സുരക്ഷ എന്നത്. എന്നാൽ ലോകത്ത് സ്ത്രീകൾക്ക് ഒട്ടും സുരക്ഷയില്ലാത്തതും അപകടം നിറഞ്ഞ രാജ്യങ്ങളിൽ ഒന്നുകൂടിയാണ് ഇന്ത്യ എന്നതുകൂടി നാം അറിയണം. സ്ത്രീ മകളാണ്, സഹോദരിയാണ്, അമ്മയാണ് എന്ന് വാതോരാതെ പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്ന ആധുനിക യുഗം. അവൾ വെളിച്ചമാണ്, ശക്തിയാണെന്നിങ്ങനെ രചനകളിലൂടെയും മറ്റും ഘോരഘോരം പുലമ്പിക്കൊണ്ടിരിക്കുന്ന നേതാക്കന്മാർ. യഥാർത്ഥത്തിൽ ആധുനിക യുഗത്തിൽ സ്ത്രീ സുരക്ഷിതയാണോ? ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഞാനും നിങ്ങളും. സ്ത്രീ സുരക്ഷാ നിയമങ്ങൾ കടലാസുകളിൽ മാത്രം ഒതുങ്ങുന്നു എന്നതാണ് വസ്തുത. അതിൻ്റെ യാഥാർത്ഥ്യത്തിലേക്ക് നാം കടന്നു ചെല്ലുകയാണെങ്കിൽ അത് കരളലിയിപ്പിക്കുന്നതാണ്. പല ഘട്ടങ്ങളും സ്ത്രീക്ക് നേരിടേണ്ടതുണ്ട്. സ്വയം സുരക്ഷക്കായി നീ ഒരു അഗ്നിഗോളമായി മാറണം പെണ്ണെ, അവിടെയാണ് നിന്റെ വിജയം. നമസ്കാരം, ഞാൻ ഷെജീന. തൃശ്ശൂർ ജില്ലയിലെ ഗുരുവായൂരാണ് എൻ്റെ നാട്. ഈ വനിതാ ദിനത്തിൽ എൻ്റെ ചെറിയൊരു സന്ദേശം കൂടി ഞാൻ നിങ്ങൾക്കായി പങ്കുവെക്കുന്നു. ലോകം വികസിക്കും തോറും കാലോചിതമായ വിദ്യാഭ്യാസം അഭ്യസിക്കുക ഒരു വനിത എന്ന് പറയുമ്പോൾ തലമുറയെ വളർത്തുന്നതിൽ സ്ത്രീക്ക് വലിയ പങ്കുണ്ട്. ഒരു പുരുഷനേക്കാൾ ഒരു സ്ത്രീക്കാണ് അതിൽ ഏറ്റവും വലിയ പങ്ക്. ലോകത്ത് പ്രഗത്ഭരായ ആളുകളുടെ അവരുടെ പിന്നിലെല്ലാം അവരുടെ ഉമ്മമാരുടെ കരങ്ങളുണ്ട്. അപ്പോൾ നമ്മുടെ മക്കളൊക്കെ കാലോചിതമായ വളർത്തണമെങ്കിൽ വിദ്യാഭ്യാസം നേടിയിരിക്കണം. അറിവ് നേടുക, അറിവ് പകർന്നു കൊടുക്കുക, അതുതന്നെയാണ് ഈ വനിതാ ദിനത്തിലുള്ള എൻ്റെ സന്ദേശം. എല്ലാ വനിതകൾക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ വനിതാ ദിന ആശംസകൾ. നന്ദി. പ്രിയപ്പെട്ടവരെ,
ഞാൻ റുമ്മാൻ ചാലിയും വീണ്ടും ഒരു വനിതാ ദിനം വന്നെത്തിയിരിക്കുകയാണ്. ഓരോ വനിതാ ദിനവും സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടിയ ഒരു കൂട്ടം സ്ത്രീകളുടെ കരുത്തിൻ്റെ ഓർമ്മപ്പെടുത്തലുകളാണ്. പെണ്ണായി പിറന്നത് കൊണ്ട് മാത്രമായി കുടുംബവും സമൂഹവും ഒക്കെ അവൾക്കായി നൽകിയിട്ടുള്ള ചില വേലിക്കെട്ടുകളുണ്ട്. തീർച്ചയായും പെൺകുട്ടികളുടെ വളർച്ചാ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കേണ്ട പ്രധാനപ്പെട്ട ഘടകം രക്ഷിതാക്കളുടെ ചേർത്ത് പിടിക്കലുകൾ അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള അടുപ്പം പ്രധാനപ്പെട്ട ഘടകങ്ങളാണവ. സമൂഹത്തിൻ്റെ ചിന്താഗതിയെ പെട്ടെന്ന് മാറ്റുക എന്നുള്ളത് പ്രയാസമുള്ള കാര്യമാണെങ്കിലും മാറ്റങ്ങൾ ഓരോ കുടുംബങ്ങളിൽ നിന്നുമാവട്ടെ. എല്ലാവർക്കും വനിതാ ദിനാശംസകൾ നേരുന്നു. താങ്ക് യു. ഹായ് പ്രിയപ്പെട്ടവരെ, നമസ്കാരം. ഞാൻ ജ്യോതി കൊയിലാണ്ടി. മാർച്ച് 8 ഒരു വനിതാ ദിനം കൂടി കടന്നു വരികയാണ്. സ്ത്രീകൾ തങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പടപൊരുതിയതിൻ്റെ ഓർമ്മയ്ക്കായാണ് ഓരോ വനിതാ ദിനവും കടന്നു പോകുന്നത്. അത് നമ്മുടെ ചാറ്റൽ മഴയിൽ വളരെ ഗംഭീരമായി ആഘോഷിക്കുന്നുണ്ട്. ആ അവസരത്തിൽ ഞാൻ ചാറ്റൽ മഴയിലെ എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും വനിതാ ദിന ആശംസകൾ അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.